പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ തിരികെ എത്തിയതിനെ തുടർന്ന് ദേവബാലയെ ചെന്ന് കാണുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. ദേവബാല, എൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. എന്നെ അവർ 4 വശത്തു നിന്നും പൂട്ടിക്കളഞ്ഞു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷേ നീ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇനി നിന്നെയും അവർ പൂട്ടും. ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നീ സൂക്ഷിച്ച് കാര്യങ്ങൾ നീക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്നെ അവർ കുടുക്കും ദേവബാല. ആ കാര്യം ഞാൻ ഇപ്പോഴേ നിന്നോട് പറഞ്ഞില്ലെന്ന് വേണ്ട. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞാൻ ഈ പറയുന്നേ. അത് നിനക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ വീണ്ടും പ്രശ്നമായി മുന്നോട്ട് വരികയാണ് അല്ലേ? അതെ, അവൾ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് മുന്നിലേക്ക് പോകുന്നത്. മാത്രവുമല്ല, ആ SIയും അവരുടെ കൂടെ ഉള്ളതാണ് അവരുടെ ശക്തി. നീ അതുകൊണ്ട് സൂക്ഷിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കുടുങ്ങിപ്പോയി. പക്ഷെ അതുപോലെ ആകരുത് നിന്റെ കാര്യമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ ജീവിതമെങ്കിലും നന്നായി മുന്നിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോട് വന്ന് കാര്യങ്ങൾ പറയുന്നത്. എനിക്കറിയാം രാഹുൽ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. നീ എന്തൊക്കെ സംഭവിച്ചാലും ഇഷയും അതുപോലെ തന്നെ നിന്റെ ഭർത്താവും ഒന്നിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതിന് തടുക്കുക തന്നെ വേണം. എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നീ ചെയ്യണം. ഞാൻ അതിന് തയ്യാറാ. ഒരിക്കലും അവർ ഒന്നിക്കുകയില്ല. അത് ഞാൻ നിനക്ക് ഉറപ്പ് നൽകുകയാ. എൻ്റെ ജീവൻ പോകണം അവർ ഒന്നിക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇനി അവൻ ആരോട് സംസാരിക്കണം, എപ്പോൾ എണീക്കണം മുതലായ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. അതിലൊരു മാറ്റവുമില്ല. ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത്. അത് നന്നായി. ഞാൻ ബാക്കി കാര്യം മനസ്സിലാക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു പോകുന്നു. ഇതേ തുടർന്നാണ് ദേവബാല ചെന്ന് കാണുന്നത് ഇപ്പോൾ അഭിഷേകിനെ. ഇതേ തുടർന്ന് അഭിഷേകിനോട് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തുകയാണ് അല്ലേ? എന്ത്? ഇപ്പോൾ ആ രാഹുലിനെ നിങ്ങൾ കുടുക്കി. അടുത്തത് എനിക്കെതിരെയുള്ള നീക്കമാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട. നീ ആ നശിച്ചവരുടെ കൂടെ ഒരിക്കലും ജീവിക്കില്ലടാ. അത് തടുക്കുന്നതിന് വേണ്ടി ഞാൻ ഏത് ചതിയും ചെയ്യും. എന്തിനും ഞാൻ കൂട്ടുനിൽക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്കതറിയാമടി. നിന്നെ പണ്ടേ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ നീ ഏതറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹമില്ലേ, ഇഷയുടെയും കുട്ടിയുടെയും കൂടെ ജീവിക്കാമെന്ന്, അത് നീ മാറ്റിവെച്ചേക്ക്. അത് മാറ്റിവെക്കാനൊന്നും പോകുന്നില്ല. നീ ആദ്യം ആ കാര്യം തിരിച്ചറിഞ്ഞോ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവളെ സ്വന്തമാക്കി വിവാഹം കഴിക്കും. ഞങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും. അതിൽ ഒരു മാറ്റവുമില്ല. നീയെന്നല്ല, മറ്റാര് വന്നാലും അതെല്ലാം മറികടന്ന് മുന്നിലേക്ക് പോവുക തന്നെ ചെയ്യും. ഇല്ലടാ, നിന്നെ ഞാൻ അപ്പോഴേക്കും കൊന്നുകളയും. അത് തന്നെയാണ് എൻ്റെ തീരുമാനം. അതിൽ നിന്ന് ഞാനും പിറകോട്ട് പോവുകയില്ല. ഇതോടെ അഭിഷേക് ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അഭിഷേകിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അവൾ. ഇതോടെ അഭിഷേക് ആകെ മരണവെപ്രാളത്തിൽ പിടയുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.